ദാ നോക്കിയേ, പൂജ ഹോളിഡേയ്സ് അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാവരും ബാക്ക് പാക്ക് ഒക്കെ റെഡിയാക്കി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്കുള്ള ട്രെയിൻ ഉള്ളത്. ഇത്തവണ നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പാണ്. നമ്മൾ എറണാകുളത്ത് എത്തിയപ്പോൾ നമ്മളുടെ ട്രെയിൻ അവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ട്രെയിനിലേക്ക് കയറിയത്. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവരൊക്കെ എഴുന്നേറ്റ് പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിനിമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പ് തഞ്ചാവൂരിലേക്കാണ്. തഞ്ചാവൂരിലും കുംഭകോണത്തുമുള്ള ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ 9 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തഞ്ചാവൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിലേക്ക് ബഗ്ഗിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഓർത്ത് കുറച്ചു നേരം ഇരുന്നും കിടന്നും ഒക്കെ വന്നതല്ലേ, ബോഡി ഒന്ന് സ്ട്രെച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നടന്നു പോയി. നമ്മൾ കുറച്ച് റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിലുള്ള ആര്യഭവൻ റെസ്റ്റോറന്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീനും നല്ല ഫുഡും ഒക്കെ ആയിരുന്നു. ഒന്ന് ശരിയാണ്, അവിടെ നല്ല ഫുഡും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് കുംഭകോണത്തേക്ക് ബസ്സിനാണ് പോയത്. കുംഭകോണത്ത് ഹോട്ടലിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്തതിന് ശേഷം ഫ്രഷപ്പ് ആയി വന്നു. നമ്മളൊരു ഓട്ടോയ്ക്കാണ് ഇന്ന് പോകുന്നത്. ആദ്യം പോകുന്നത് ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഏകദേശം 45 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട്. ഇതാണ് ഗംഗൈക്കൊണ്ട ചോളപുരം ശിവക്ഷേത്രത്തിന്റെ എൻട്രൻസ്. ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് നല്ല പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള ഒരു പുൽമൈതാനമുണ്ട്. നമ്മളിവിടെ ഏകദേശം ഉച്ചയോടെയാണ് എത്തിയെങ്കിലും അത്ര വെയിലോ ചൂടോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നല്ലൊരു കാറ്റും നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഈ ഒരു ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ചോള രാജാവായ രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ് ഈ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ ക്ഷേത്രവും ബൃഹദീശ്വര ക്ഷേത്രവും ഒക്കെ. നല്ല മനോഹരമായിട്ടുള്ള ഒരു അമ്പലമായിരുന്നു ഇത്. എത്ര നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവാത്ത ഒരു ഫീലാണ്. പക്ഷെ നമ്മൾ ഇന്ന് തന്നെ അടുത്തൊരു ക്ഷേത്രത്തിലേക്കും കൂടി പോകണം. നമ്മൾ ഓട്ടോ വിളിച്ചിരിക്കുന്നത് 1 മണി മുതൽ 9 മണി വരെ സമയത്തേക്കാണ്. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. 2000 രൂപയാണ് ഓട്ടോയുടെ ചാർജ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് ഐരാവതേശ്വരം ടെമ്പിളിലേക്കാണ്. കുംഭകോണത്തിനടുത്തുള്ള ധാരാസുരം എന്ന സ്ഥലത്താണ് ഈ ഐരാവതേശ്വരം ക്ഷേത്രമുള്ളത്. ഇന്ദ്രന്റെ ആനയായ ഐരാവതത്തെ ഒരിക്കൽ ദുർവാസാവ് മഹർഷി ശപിച്ചെന്നും ശപിച്ചു കഴിഞ്ഞപ്പോൾ അത് കറുത്തുപോയെന്നും അതിന്റെ സങ്കടം കാരണം ഐരാവതം ശിവനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കുളത്തിൽ മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് ശിവൻ നിർദ്ദേശിച്ചെന്നും അങ്ങനെ കുളിച്ചപ്പോൾ ഐരാവതം വീണ്ടും വെള്ളയായി എന്നുമാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്നാണ് പേര് വന്നതെന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. നമ്മളൊരു ഈവനിങ്ങോടുകൂടി ഇവിടെ എത്തിയത് കാരണം നമുക്ക് നല്ല സൂര്യപ്രകാശത്തിലുള്ള ആ ഒരു അമ്പലത്തിന്റെ ഭംഗിയും പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഉള്ള അമ്പലത്തിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. രണ്ടും നമുക്ക് നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും അതിന്റെ ഭംഗിയിൽ. കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയിൽ ഒരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബർ ഒരു വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്തു. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. നാളത്തെ ഹോൾ ഡേ നമ്മൾ തഞ്ചാവൂരിലാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ രാവിലെ തന്നെ ബസ്സിൽ തഞ്ചാവൂർ എത്തി. റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം പോയിരുന്ന ആ ആര്യഭവൻ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വൈകുന്നേരം ബൃഹദേശ്വര ടെമ്പിൾ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോക്കാരനെ വിളിച്ചു. പുള്ളി പറഞ്ഞു ഇവിടെ ഒരു 5 ക്ഷേത്രങ്ങൾ ഒരുമിച്ചുള്ള സ്ഥലമുണ്ട്, 400 രൂപ കൊടുത്താൽ മതി അവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് പുള്ളി നമ്മളെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണിച്ചിട്ട് ഇതാണ് 1ാമത്തെ ക്ഷേത്രം, അതാണ് 2ാമത്തെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് വൈബ് അടിച്ചു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ്, പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു സാരമില്ല, നമ്മളെ മറാത്ത പാലസിലേക്ക് ആക്കിയേക്കാൻ പറഞ്ഞു. പക്ഷേ റിട്ടേൺ ആണ് പോയതെങ്കിൽ കൂടി പുള്ളി അവിടെ ചെന്നപ്പോൾ 600 റുപ്പീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. 200 റുപ്പീസിനുള്ള ട്രാവൽ പോലും ചെയ്യാതെ നമ്മൾ അത്രയും പൈസ കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം തോന്നി. രാവിലെ തന്നെ ഒന്ന് ചീറ്റ് ചെയ്യപ്പെട്ടല്ലോ എന്നോർത്ത്. പിന്നെ ഈശ്വര ഭഗവാനെ ആ ഓട്ടോ ചേട്ടനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറാത്ത പാലസിനകത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇവിടെ ആണെങ്കിലും കുറച്ച് മ്യൂസിയവും ലൈബ്രറിയും അല്ലാതെ ബാക്കി എല്ലാം ക്ലോസ് ആയിരുന്നു. കാരണം പൂജവെപ്പിന്റെ ഇത് പ്രമാണിച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ ബൃഹദീശ്വര ടെമ്പിളിലേക്കാണ് പോയത്. തിരുവുടയാർ കോവിൽ, പെരിയ കോവിൽ, രാജരാജേശ്വരം കോവിൽ എന്നൊക്കെ ഈ ക്ഷേത്രത്തിന് പേരുകളുണ്ട്. ബൃഹദീശ്വര ക്ഷേത്രത്തിന് പ്രധാനമായിട്ട് 2 ഗോപുരങ്ങളാണ് കവാടങ്ങളായിട്ടുള്ളത്. 1ാമത്തേതിന്റെ പേര് കേരളാന്തകൻ തിരുവാസലും 2ാമത്തേതിന്റെ പേര് രാജരാജൻ തിരുവാസലും എന്നാണ്. AD 1010 രാജരാജ ചോളൻ 1ാമന്റെ കാലത്താണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്.
ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ശിവനെ രാജരാജേശ്വരൻ എന്നും ഈ ക്ഷേത്രത്തെ രാജരാജേശ്വര ക്ഷേത്രം എന്നുമായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. 17 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിലെ മറാഠ സാമ്രാജ്യ കാലത്താണ് ഇത് ബൃഹദേശ്വര ക്ഷേത്രമെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ മകുടം. ഗോപുരത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് വീഴില്ല എന്നതാണ് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രം. നമ്മൾ ഈ ക്ഷേത്രം കാണാൻ വരുമ്പോൾ പകലുള്ള വ്യൂവും രാത്രിയിലുള്ള വ്യൂവും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തെ കാണാൻ പറ്റുന്നത് വൈകിട്ടുള്ള വ്യൂവിലാണ്. ഞങ്ങൾക്ക് ട്രെയിനിന്റെ ടൈമിംഗ് ഒക്കെ കാരണം അത് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിന് ഉള്ളിൽ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഭയങ്കര തിരക്കായിരുന്നത് കാരണം നമ്മൾ ഉള്ളിലും പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര തിരക്കും ക്യൂവും ഒക്കെ ആയിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ തഞ്ചാവൂർ വന്നിട്ട് കണ്ട 3 ക്ഷേത്രങ്ങളെ കുറിച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ക്ഷേത്രങ്ങളല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയതെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.